ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരുപാട് പേരുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ നഷ്ടമായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഒതൻറ്റിക് കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് സസ്പെൻഡ് ചെയ്യുന്നത്, അതുപോലെ വയലേഷൻ, റീയൂസ്ഡ്, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ വരാറുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ സിമിലറായിട്ട് ഇപ്പോൾ വരുന്നത് ഇൻഒതൻറ്റിക് കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴും നമ്മുടെ ഫാമിലി ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള ഇൻഒതൻറ്റിക് കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നു. അപ്പീൽ ചെയ്യാനുള്ള ഡേറ്റ്, അതിൽ അപ്പീൽ ചെയ്യേണ്ട ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഡേറ്റിനെ അപ്പീൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് മുമ്പത്തെ പോലെ നമ്മൾ 14 ദിവസത്തിനുള്ളിൽ അപ്പീൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇളവില്ല. ആ ഒരു അപ്പീൽ ചെയ്യേണ്ട ഡേറ്റ് അടക്കം അതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ ടൈമിലെ അപ്പീൽ ചെയ്യാനുള്ള, നിങ്ങളിപ്പോൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അൺലിസ്റ്റഡ് ആക്കി പോസ്റ്റ് ചെയ്താൽ കൂടി ആ ലിങ്ക് എടുത്ത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ എനേബിൾ ആവില്ല. അതിനൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ മെയ് 14 അങ്ങനെയാണെങ്കിൽ മെയ് 14 അത് ഓപ്പൺ ആവുള്ളൂ. അവിടെ നിന്നിട്ട് നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇടുന്ന കണ്ടൻറ്റ് ഉണ്ടല്ലോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സിമിലറായിട്ട് തോന്നിക്കുന്ന കണ്ടൻറ്റ് ഇടരുത്. അതേപോലെ തന്നെ ഈ ഒരു ഇൻഒതൻറ്റിക് കണ്ടൻറ്റ് അല്ലാണ്ട് സെയിം ചാനൽ, ചിലവരുടെ മോണിറ്റൈസേഷൻ കട്ടാകുന്നത് ഇതേപോലെ സെയിം ചാനലുണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കട്ടാകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഒരേപോലെയുള്ള കണ്ടൻറ്റ്, അതായത് നിങ്ങളിടുന്ന വീഡിയോസ് തന്നെ വേറൊരു ചാനലിലും കൂടി ഇട്ടുകൊണ്ട് 2 ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവരുണ്ടാവും. അങ്ങനെ ചെയ്താലും റീയൂസ്ഡ് കണ്ടൻറ്റും വരും, അതുപോലെ സെയിം ചാനൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മോണിറ്റൈസേഷൻ കട്ടാക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവണതയൊക്കെ വന്നിട്ട് നമ്മുടെ ഫാമിലി ഒരുപാട് പേരുടെ ചാനൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിലൂടെ പറയുന്നത്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു അനുഭവം വരാതിരിക്കട്ടെ. കാരണം മോണിറ്റൈസേഷൻ കിട്ടി $80-90 ആയിട്ട് മോണിറ്റൈസേഷൻ കട്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ അത്രയും കാലത്തെ പ്രതീക്ഷയായിരിക്കും. ചിലവർക്കൊക്കെ ഒരു 6 മാസം കൊണ്ട് 1 വർഷം കൊണ്ടൊക്കെ ആയിരിക്കും ഫസ്റ്റത്തെ പേയ്മെൻറ്റ് എടുക്കാൻ കഴിയുന്നത്. ആ പേയ്മെൻറ്റ് എടുക്കുന്ന ആ സമയം കൊണ്ട് ലാസ്റ്റ് കൊണ്ട് ആ ഒരു കുരുത്തക്കേടിൽ പോയി വീഴും. എങ്ങനെയാണ്? റീയൂസ്ഡ് കണ്ടൻറ്റ് ഇടും, മറ്റുള്ളവർ നിന്നുള്ള വീഡിയോസ് ഇടും. അറിയാണ്ടാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും അത് എന്താണ്, പെനാൽറ്റി യൂട്യൂബ് തന്നുകൊണ്ടിരിക്കും. ആ പെനാൽറ്റി തന്നു കഴിഞ്ഞാൽ ആ ഒരു $1 ഉണ്ടല്ലോ, അത് നമുക്ക് എടുക്കാൻ കഴിയില്ല. ചാനലിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടെന്ന് കരുതിയിട്ട് മോണിറ്റൈസേഷൻ റദ്ദാക്കും. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള വീഡിയോസ് ഇടുക. എപ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ വോയിസ് ഓവർ കൊടുത്ത് നിങ്ങളുടേതായിട്ടുള്ള കണ്ടൻറ്റ് ഇടുക. നിങ്ങളുടേതായിട്ടുള്ള കണ്ടൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു പേടിയും വേണ്ട. ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആക്ടിവിറ്റീസ് കൊണ്ടുവന്നുകൊണ്ട് ഇടുക. വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള വീഡിയോസിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അത് ശ്രദ്ധിക്കുക. പിന്നെ ഇൻആക്റ്റീവായിട്ടുള്ള വീഡിയോസ് ഇടാതിരിക്കുക. പിന്നെ റോട്ടിലൂടെയൊക്കെ വെറുതെ മൂവ് ആവുന്ന, അങ്ങനെ ഒരു വോയിസും കൊടുക്കാണ്ടും വെറുതെ മ്യൂസിക് മാത്രം കൊടുത്തിട്ടുള്ള 1 മണിക്കൂർ 2 മണിക്കൂർ വീഡിയോസൊക്കെ ഇട്ടിട്ട് അങ്ങനെയുള്ള വീഡിയോസ് ഇടാതിരിക്കുക. അതിനൊന്നും മോണിറ്റൈസേഷൻ കൊടുക്കില്ല. ഒതൻറ്റിക് കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് വരും. അതുപോലെ നിങ്ങളുടെ ചാനലിൽ വീഡിയോസ് നിങ്ങൾ എന്നും ആക്റ്റീവായിട്ടുള്ള കണ്ടൻറ്റ് ഇടാൻ നോക്കണം. ഈ ആക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായിരിക്കണം, നിങ്ങളുടെ വോയിസ് ഓവർ ഉണ്ടായിരിക്കണം, ഫേസ് വാല്യൂ ഉണ്ടായിരിക്കണം, നിങ്ങളുടെ കണ്ടൻറ്റ് അത്രയും ക്ലിയർ ആയിട്ടുള്ള കണ്ടൻറ്റ് ആയിരിക്കണം. അല്ലാണ്ട് നമ്മൾ പഴയ കാലഘട്ടം പോലെയല്ല. ഇപ്പോൾ ഓരോരോ പോളിസി ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിൽ ഇത്തരത്തിലുള്ള അമിത വീഡിയോസിനെയൊക്കെ തരണം ചെയ്യാൻ വേണ്ടി യൂട്യൂബ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഓരോ പോളിസിൻ്റെ പേരും പറഞ്ഞിട്ട് ഒരുപാട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സിമിലറായിട്ട് ഒരേപോലെ തോന്നിക്കുന്ന കണ്ടൻറ്റ് ഇടരുത്. ഇപ്പോൾ ലോട്ടറി ഗസ് ഇങ്ങനെ ഡേറ്റ് കൊടുത്തിട്ട് ഇന്നത്തെ ലോട്ടറി ഗസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പർ ഉണ്ടല്ലോ, അത് ഇടരുത്. അതേപോലെ തന്നെ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുക. ഒരേപോലെ പോസ്റ്റുകളായിരിക്കും, അതിന് വോയിസ് ഓവർ കൊടുത്തിട്ട് ഇടരുത്. അതുപോലെ സ്ക്രീൻ കാസ്റ്റ് ലൈവ് ചെയ്യുന്നവർ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലവർക്കൊക്കെ മോണിറ്റൈസേഷൻ കിട്ടുന്നുണ്ട്, ചിലവരുടെ മോണിറ്റൈസേഷൻ എടുത്ത് കളയുന്നുണ്ട്. അപ്പോൾ സ്ക്രീൻ കാസ്റ്റ് ലൈവ് ചെയ്യുമ്പോൾ വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് അതിലും ആക്ടിവിറ്റീസ് കൊണ്ടുവരിക. അതായത് ലൈവിലും മാറ്റങ്ങൾ കൊണ്ടുവരിക. ഒരേ പോസ്റ്റ് ഇട്ടു ബ്ലാങ്ക് ആക്കി വെച്ചു ലൈവ്, കുറേ മണിക്കൂർ ഓടുമ്പോൾ എനിക്ക് വാച്ച് അവർ തയ്ക്കാമെന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി. അങ്ങനെ നിങ്ങളുടെ വാച്ച് അവർ കംപ്ലീറ്റ് ആവില്ല, മോണിറ്റൈസേഷൻ കിട്ടില്ല. എണ്ണിച്ചുട്ട അപ്പം പോലെ ചിലവരുടെയൊക്കെ ചാനൽ ഇങ്ങനെ യൂട്യൂബ് തെറ്റിദ്ധരിച്ചിട്ടൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കൊടുക്കാറുണ്ട് മോണിറ്റൈസേഷൻ. അത് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സിന് കിട്ടിയല്ലോ, എനിക്കെന്താ കിട്ടാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരുപാട് കൂട്ടായ്മയിലുള്ള ഫാമിലിയുടെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തവർക്ക് ഒരുപാട് പേർക്ക് പണി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ തട്ടിത്തടഞ്ഞ് എന്തെങ്കിലും രക്ഷപ്പെട്ടു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.